ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതിനു പിന്നാലെ ഹരിയാന കോൺഗ്രസിലും അതൃപ്തി പുകയുകയാണ്. ഇതുവരെ ബി.ജെ.പിയിലായിരുന്നു പ്രശ്നം. എന്നാൽ ഇപ്പോൾ കോൺഗ്രസിന്റെ കാര്യവും കഷ്ടത്തിലാണ്. സ്ഥാനാർത്ഥിത്വം ലഭിക്കാതിരുന്നതോടെ പാർട്ടി വിടുമെന്ന ഭീഷണിയുമായി നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ. 3 പേരാണ് നിലവിൽ രാജ്യഭീഷണി മുഴക്കുന്നത്. ഇവർ ബി.ജെ.പിയിലേക്ക് പോകാനുള്ള സാധ്യത തേടുന്നുണ്ടെന്നാണ് സൂചന. സോനേപത്തിലെ ബറോഡ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള കപൂർ സിംഗ് നർവാൾ, ബറോഡയിൽ നിന്നുള്ള ജീത ഹൂഡ, ജജ്ജാറിലെ ബഹാദൂർഗഡ് നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള രാജേഷ് ജൂണ എന്നിവരാണ് രാജ്യഭീഷണി മുഴക്കുന്നത്. 2020 ബറോഡയിൽ ഉപതിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിരുന്ന തന്നെ ഭൂപേന്ദർ സിംഗ് ഹൂഡയാണ് അനുനയിപ്പിച്ച് പിന്തിരിപ്പിച്ചതെന്നും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതായിരുന്നു തന്നോട് പിന്മാറാൻ ആവശ്യപ്പെട്ടതെന്നും നർവാർ പറയുന്നുണ്ട്. മണ്ഡലത്തിൽ സിറ്റിംഗ് MLA ആയ ഇന്ദ്രുജിന് തന്നെയാണ് കോൺഗ്രസ് സീറ്റ് നൽകിയത്. രാജേഷ് ജൂണയും ഭൂപേന്ദർ സിംഗിനെതിരെ രംഗത്തു വന്നു. അദ്ദേഹം തന്റെ വാക്ക് പാലിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നാണ് രാജേഷ് കുറ്റപ്പെടുത്തിയത്. 2019 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നു. എന്നാൽ അന്ന് ഭൂപേന്ദ്ര സാഹിബ് തന്നോട് പിന്മാറാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ നിർദ്ദേശം ഞാൻ അനുസരിച്ചു. എന്നാൽ രജീന്ദർ ജൂണിന് സീറ്റ് നൽകി സാഹിബ് തന്നെ ചതിച്ചിരിക്കുകയാണ് ഇപ്പോൾ. താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് രാജേഷ് ജൂൺ പറഞ്ഞു. വെള്ളിയാഴ്ചയാണ് കോൺഗ്രസ് തങ്ങളുടെ ആദ്യ പട്ടിക പുറത്തുവിട്ടത്. 32 പേരുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചത്. സിറ്റിംഗ് MLA-മാരായ 28 പേരിൽ 27 പേരെയും പട്ടികയിൽ നിലനിർത്തിയിട്ടുണ്ട്. അതേസമയം ഇപ്പോഴത്തെ പ്രതിഷേധങ്ങൾ കോൺഗ്രസിന്റെ വിജയസാധ്യതയ്ക്ക് മങ്ങലേൽപ്പിക്കില്ലെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റം നടത്താൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു. 10ൽ 5 സീറ്റുകളിലും കോൺഗ്രസ് വിജയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് അനുകൂല സാഹചര്യമാണെന്നും വലിയ വിജയം നേടാൻ സാധിക്കുമെന്നുമാണ് നേതൃത്വം കണക്കാക്കുന്നത്. അതിനിടയിൽ ആം ആദ്മിയുമായി സഖ്യത്തിന് തീവ്ര ശ്രമങ്ങളും നേതൃത്വം നടത്തുന്നുണ്ട്. നേരത്തെ സഖ്യത്തിൽ മത്സരിക്കാൻ 20 സീറ്റുകൾ ആം ആദ്മി ആവശ്യപ്പെട്ടിരുന്നു. ഇത് അംഗീകരിക്കാൻ നേതൃത്വം പക്ഷേ തയ്യാറായിരുന്നില്ല. കുറഞ്ഞത് 5ഓ 6ഓ സീറ്റുകൾ നൽകാമെന്നതാണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. ആം ആദ്മി സഖ്യത്തിനെതിരെ ഭൂപേന്ദർ ഹൂഡ ഉൾപ്പെടെ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും സഖ്യം വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ദേശീയ നേതൃത്വം. സംസ്ഥാനത്ത് വലിയ വിജയപ്രതീക്ഷയിലാണ് ഇത്തവണ കോൺഗ്രസ്. എന്നിരുന്നാലും ബി.ജെ.പിയെ വീഴ്ത്താൻ ആം ആദ്മി പോലുള്ള പാർട്ടികളുമായുള്ള സഖ്യം അനിവാര്യമാണെന്ന നിലപാടിലാണ് പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും. ഈ സാഹചര്യത്തിലാണ് ആം ആദ്മിയുമായി സഖ്യ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. എന്നാൽ തുടക്കം മുതൽ തന്നെ ഇത്തരം ചർച്ചകളിൽ സംസ്ഥാന നേതൃത്വം എതിർപ്പ് ഉയർത്തുന്നുണ്ട്. ഹൂഡ ക്യാമ്പാണ് സഖ്യം ആവശ്യമില്ലെന്ന നിലപാടിൽ തുടരുന്നത്. ആം ആദ്മിയുമായി മാത്രമല്ല 2ഓ 3ഓ സീറ്റുകൾ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിക്ക് നൽകാനും നേതൃത്വം ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് ഹൂഡയുമായുള്ള അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഇതെല്ലാമാണ് നേതാക്കളെ ചൊടിപ്പിച്ചതെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിനിടെ തന്റെ ക്യാമ്പിൽ നിന്നുള്ള ചില നേതാക്കൾക്ക് സീറ്റ് നൽകാതിരുന്നതും ഭൂപീന്ദർ ഹൂഡയെ ചൊടിപ്പിച്ചു. 2014 മുതൽ കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്തിന് അധികാരത്തിന് പുറത്താണ് കോൺഗ്രസ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് വിജയം തന്നെയാണ് പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്നത്. പ്രീപോൾ സർവേകളിൽ പലതും സംസ്ഥാനത്ത് കോൺഗ്രസിന് അനുകൂല സാഹചര്യമാണ് പ്രവചിക്കുന്നത്.